ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മളിതിനു മുമ്പ് നമ്മൾ ചെയ്ത ട്രൈപോഡിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ ആണ്. അപ്പോൾ അത് ഒരു അപ്ഡേഷൻ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തില്ല, കാരണം കുറച്ച് കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല. പക്ഷെ ഞാൻ ഒരു ട്രൈപോഡ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. അതിന് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വരാനായിട്ട് തുടങ്ങി. അതിന് ഹൈറ്റിനാണ് കുഴപ്പം. അപ്പോൾ അത് ഞാൻ ഹൈറ്റിൽ കുഴപ്പം വന്നപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഹൈറ്റ് ഇത്തിരി കുഴപ്പമായി. ഇപ്പോൾ ഹൈറ്റിലാണ് കുഴപ്പം ആയത്. ഹൈറ്റ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ പല പല ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് പോയി. അപ്പോൾ ചെരിഞ്ഞ് പോയപ്പോൾ അത് മൊത്തത്തിൽ ലൂസായി. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. വീണ്ടും ഞാൻ നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് ഞാൻ വെച്ച് ഇത്തിരി അപ്ഡേഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചാനൽ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരാം. എന്തായാലും ഈ ട്രൈപോഡായാലും എന്തായാലും വേറൊരു ഇതുപോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടാകണം. എന്നാലേ എനിക്ക് ഞാൻ ഇതിൽ ചെയ്ത അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റൂ. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നോളാം. കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. കുറച്ച് എന്താ പറയുക, ട്രൈപോഡിൻ്റെ അപ്ഡേറ്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ റൂമിലേക്ക് എടുത്ത് വയ്ക്കാൻ ഉണ്ട്. വീണ്ടും അതേ ഇൻസ്ട്രുമെൻ്റ് ആണ്, അതേ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തത്. ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് വീണ്ടും. ട്രൈപോഡാണ് ഇത്. ഞാൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഇതിനുള്ളിൽ അപ്ഡേറ്റ് ആയിട്ട് എന്താണ് ഞാൻ ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യെസ്, ആദ്യം ഞാൻ ഇത് ഒന്നും കൂടി ഇതിൻ്റെ ടൈപ്പെല്ലാം നല്ല രീതിയിൽ റിമൂവ് ആക്കി. അപ്പോൾ എവിടെയാണ് ഞാൻ റിമൂവ് ആക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ചുറ്റും ഒരു ടൈപ്പ് ഞാൻ ഒട്ടിച്ചല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ടൈപ്പ് ഒട്ടിച്ചു. അതെല്ലാം നല്ല രീതിയിൽ റിമൂവ് ആക്കി. അല്ലാണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതെല്ലാം പതുക്കെ ഞാൻ ചുറ്റിന് വെച്ചിരുന്ന ടൈപ്പ് നല്ല രീതിയിൽ റിമൂവ് ആക്കി. ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല, ഇവിടെ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. കാരണം ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. എന്ത് ചെയ്തു, ചുറ്റിന് വെച്ചിരുന്ന ടൈപ്പിൽ അത് റിമൂവ് ആക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ ഉള്ളിലെ 3 കല്ല്, 3
ഇടയിൽ ഒരു ഗ്യാപ്പ് ഞാൻ ഇട്ടിരുന്നു. ആ ഗ്യാപ്പിൻ്റെ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാൻ ഇതുപോലൊരു സംഭവം ഞാൻ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അതാണ് മെയിൻ കുഴപ്പം. കാരണം അത് അപ്പാമാരുടെ പല്ല് നല്ല രീതിയിൽ ആടില്ലേ, അതുപോലെ ആടി. അപ്പോൾ എന്തായി, ഞാൻ ഒരു ദിവസം ഞാൻ സമയം എടുത്തിട്ട് അത് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ആക്കി ഫിനിഷായി. അപ്പം അതിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷെ ആ സമയത്ത് നടന്നില്ല. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്ത് എല്ലാതും ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ സംഭവം ഞാൻ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ആ ഒരു ഭാഗത്താണ് നമ്മുടെ പരിപാടി. അപ്പോൾ അത് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കണം. അതാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇത് ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇതുണ്ടാക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഒട്ടിക്കാൻ പശ വേണം, പിന്നെ ഇത് കാർഡ്ബോർഡ് ഷീറ്റാണ്, പിന്നെ പെൻസിൽ വേണം. പെൻസിൽ ഓപ്ഷനിൽ സ്കെച്ച്, അതല്ലെങ്കിൽ പേന, അതല്ലെങ്കിൽ പെൻസിൽ, ഇത് ഓപ്ഷനിലാണ്. അത് ഇതിലേതെങ്കിലും ഒന്ന് മാത്രം മതി. പിന്നെ ഇതുപോലെ ഒരു ടൈപ്പ് അത്യാവശ്യമാണ്. പിന്നെ ഫെവിക്കോള്, ഇപ്പോൾ ഫെവിക്കോളും മാതിരിയുള്ള പശ അത്യാവശ്യം തന്നെയാണ്. പിന്നെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ റബ്ബറും കൂടി അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, കട്ട് ചെയ്യാൻ കത്രിക വേണം, അതല്ലെങ്കിൽ നൈഫ്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്തെടുത്തുണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലത്തെ 6 ഞാൻ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ 4 അപ്പോൾ ഞാൻ ഇത് ഒന്ന് മാത്രമല്ല ഉണ്ടാക്കിയത്, 2 കൂടി ഞാൻ ഉണ്ടാക്കി. അപ്പോൾ മൊത്തം എനിക്ക് വേറൊരു ഇതുപോലത്തെ സംഭവം എനിക്കുണ്ട്. അപ്പോൾ അതും കൂടി 4 ഞാൻ ഉണ്ടാക്കി. അതും കൂടി 4 എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, 2 ഉണ്ടാക്കിയെന്ന്. അതിലൊന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കടത്തി വെച്ച്. അപ്പോൾ ഞാൻ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വെച്ചിട്ട് ഞാൻ ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ വെച്ച്. അപ്പോൾ അത് നല്ല രീതിയിൽ സ്ട്രോങ് ആയി ഇരുന്നു. അതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്ത് വെച്ച സംഭവമില്ലേ, ഒരു റൗണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കടത്തി വെച്ച് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇതുപോലത്തെ സംഭവം ഞാൻ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കടത്തി വിട്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ ഹോൾ ഉണ്ടായിരുന്നു, ഞാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ ആക്കി നല്ല രീതിയിൽ സ്ട്രോങ് ആയി വെച്ച്.
ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ച്. അപ്പോൾ ഞാനിതിൻ്റെ ഈ സംഭവമില്ലേ, ഈ സംഭവം ഞാൻ പുറത്തേക്ക് ആക്കി വെച്ച്. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ സ്ട്രോങ് ആയി വെച്ച്. എന്നിട്ട് അതിന് മുകളിൽ കൂടെ ഞാൻ വേറൊരു സംഭവം പറഞ്ഞില്ലേ, നൃത്തത്തിൻ്റെ ഉള്ളിൽ ഹോണുണ്ട്. ഹോണിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഈ ഒരു സംഭവം ആദ്യം ഞാൻ കടത്തി. അപ്പോൾ ഇതിൻ്റെ മീതമേ ആ ഒരു വൃത്തം നല്ല രീതിയിൽ സെറ്റാക്കി വെച്ച്. ആ ഒരു താണ് ഈ ഒരു വൃത്തം. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ച്. ഓക്കെ, ഇതുപോലത്തെ സംഭവമാണ് വെച്ചത്. അതെങ്ങനെയാണ് വെച്ചതെന്ന് ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കടത്തി. ഇങ്ങനെയാണ് വെച്ചത്. ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പം ഇത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത അപ്ഡേറ്റ്. പിന്നത്തെ അപ്ഡേറ്റ് ഇതാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ച് പിന്നെ നമ്മൾ വെച്ചത് ഇത് കാണിച്ചു തരാം. ഇതാണ് ചെയ്തത്. പിന്നെ ചെറിയൊരു അപ്ഡേറ്റും കൂടി ഉണ്ട് ഗൈസ്. ചെറിയൊരു അപ്ഡേറ്റ്. ഇപ്പോൾ നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇനി ഹൈറ്റ് കുറയണം. ഹൈറ്റ് കുറയണമെങ്കിൽ നല്ല രീതിയിൽ താഴ്ത്തി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് മൂവ് ചെയ്തിട്ട് മൂവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മൂവ് ചെയ്തിട്ട് വേണം. ഇങ്ങനെ ആണ് ചെയ്യാൻ. നിങ്ങൾ മാത്രമല്ല, ഇതിന് കുറച്ച് അപ്ഡേറ്റ് ഉണ്ട്. നല്ല രീതിയിൽ താഴുണ്ട്. അതിന് വേണ്ടി കുറച്ച് അപ്ഡേറ്റ് ഉണ്ട്. അപ്ഡേറ്റ് സെയിം അപ്ഡേറ്റ് തന്നെയാണ്. ഇതുപോലെ സ്റ്റിക്ക് ഞാൻ നല്ല നീട്ടത്തിലും വലുപ്പത്തിലും ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതാണ്. അല്ലെങ്കിൽ വേറെ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ ട്രൈപോഡ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും.
ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് വീഡിയോ ഞാൻ വേറെ ഏതെങ്കിലും ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗെയ്സ് നിങ്ങൾ വെച്ചാൽ കറക്റ്റായില്ലേ? ഇപ്പോൾ ഒരു ആട്ടം ഇല്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ച് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഗെയ്സ് നമുക്കിനി ഐഗോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരെയും ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ സമാധാനത്തോടെ സ്നേഹത്തോടും ദുഃഖത്തോടും കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനുമായ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ, സീ യു.